സഹിൻ, കേരളം ഏറെ ഞെട്ടലോടെ അല്ലെങ്കിൽ ഏറെ വേദനയോടെയാണ് ഈ 4 വയസ്സുകാരിയുടെ മരണവാർത്ത കേട്ടത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന പല വിവരങ്ങൾ കൂടി അതിന് പിന്നാലെ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ വീട്ടിൽ നിന്നാണ് സഹിൻ ചേരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ വീട്ടിലെ ഒരു അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? അവിടെ നിന്നുള്ള വിവരങ്ങൾ. സ്വാതി, ഇപ്പോൾ ഇവിടെ ആരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ആദ്യമേ തന്നെ പറഞ്ഞു വയ്ക്കേണ്ടത്. മറ്റൊന്ന്, നേരത്തെ സൈഫുനിസ സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇന്നലെ വരെ ഈ കുട്ടിയുടെ അമ്മയായിരുന്നു പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത്. ഇന്നും അത് അങ്ങനെ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധു, ആ ബന്ധു തന്നെയാണ് കുട്ടിയെ ശാരീരികമായി കഴിഞ്ഞ 1 വർഷമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. കുട്ടിയുടെ മരണം സംഭവിച്ച ദിവസം കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കുട്ടിയെ സംസ്കരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ ആ വീട്ടിൽ ഈ ബന്ധു ഉണ്ടാവുകയും വലിയ രീതിയിൽ അവിടെ ഇയാൾ കരയുകയും നാട്ടുകാരുടെയും ഒപ്പം തന്നെ മാധ്യമങ്ങളുടെയും എല്ലാം ശ്രദ്ധ ഇയാൾ നേടുകയും എല്ലാം ചെയ്തിരുന്നു. ഇതൊക്കെ ഒരു നാടകമായിരുന്നു എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ അടുത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 1 വർഷമായി ഇയാൾ കുട്ടിയെ പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പോലീസിന് തന്നെ ചില സംശയങ്ങളുണ്ട്. ഈ അമ്മ ഇത് കണ്ടിരിക്കാം എന്നുള്ള ഒരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇയാൾ മറ്റേതെങ്കിലും തരത്തിൽ ഇവരുടെ സന്ദർഭവും സാഹചര്യവും എല്ലാം ചൂഷണം ചെയ്തിരിക്കാമെന്ന് പോലീസ് സംശയിക്കുന്നു. ആ രീതിയിലെല്ലാം തന്നെയാണ് പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ സ്ത്രീയെ കുറ്റപ്പെടുത്താനുള്ളൊരു വ്യഗ്രത ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഈ പറയുന്ന ബന്ധുക്കളിൽ നിന്നുമെല്ലാം കാര്യമായി തന്നെ ഉണ്ടായിരുന്നു. ആദ്യ ദിവസം മുതൽ തന്നെ ഇത് കാര്യമായി നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യമെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ സ്ത്രീയുടെ ഒരു ബന്ധു കൂടി അറസ്റ്റിലായിരിക്കുന്നത്. അതും കുട്ടിയെ കഴിഞ്ഞ 2 വർഷമായി ശാരീരികമായി ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ്. നേരത്തെ സൈഫുനിസ സൂചിപ്പിച്ചതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമാണ് കുട്ടി ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാകുന്നത്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളം വലിയ രീതിയിൽ ആശങ്ക പ്രകടിപ്പിച്ച ഒരു മരണം കൂടിയാണ് ഇത്. കൊലപാതകം, അത് അമ്മ കുട്ടിയുമായി നേരത്തെ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നതാണ്. കുട്ടിയുമായി ആലുവ പുഴയിലെത്തി ആത്മഹത്യ ചെയ്യാൻ അമ്മ തീരുമാനിച്ചിരുന്നു. പിന്നീടാണ് മൂഴിക്കുളത്തേക്ക് എത്തുകയും അവിടെ നിന്നും ആത്മഹത്യ ചെയ്യുകയും കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിയുകയും എല്ലാം ചെയ്തത് എന്നാണ് വിവരങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ ആ സാഹചര്യമെല്ലാം നിലനിൽക്കുമ്പോഴാണ് അത് ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള കാരണം കണ്ടെത്തിക്കൊണ്ട് കുട്ടിയുടെ അടുത്ത ബന്ധു പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത്. ഇയാൾ ഇന്നലെ ഉച്ച മുതൽ തന്നെ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാളെ ചോദ്യം ചെയ്ത് 3 പേരെയായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. ആ 3 പേരെ ചോദ്യം ചെയ്ത് ഏറ്റവും ഒടുവിലാണ് ഇയാളാണ് കുട്ടിയെ പീഡിപ്പിച്ചതെന്ന് പോലീസ് കണ്ടെത്തുന്നത്. അതോടുകൂടിയാണ് ഇയാളുടെ അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങുന്നതും. മറ്റൊരു കാര്യം, കേരളം ഇത്രയധികം വേദനിച്ച ഒരു മരണം, ഞാൻ അന്നേ ദിവസം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിന്നതാണ്. ഇവിടെയെല്ലാം ആ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ നമ്മൾക്കുണ്ടായിരുന്നു. പിന്നീടാണ് കുട്ടി കൊല ചെയ്യപ്പെട്ട നിലയിൽ കുട്ടിയെ കണ്ടെത്തുന്നത്. പക്ഷേ അപ്പോഴും ഈ കുഞ്ഞിനെ, ഇത്രയും ചെറിയ കുഞ്ഞിനെ എന്തിനാണ് അമ്മ കൊലപ്പെടുത്തിയത്, ആ കൊലപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നെല്ലാം നമ്മൾ പരസ്പരം ചർച്ച ചെയ്തിരുന്നു പല ഘട്ടങ്ങളിലും. പക്ഷേ ആ കുഞ്ഞിൻ്റെ മരണവുമായി ഇനിയും പുറത്തു വരാത്ത കുറേ സത്യങ്ങൾ ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. സ്വാതി, അതുതന്നെയാണ് സഹിൻ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ബാക്കിയാകുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ. ആദ്യം മുതൽ തന്നെ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഈ കുട്ടിയെ സ്വന്തം അമ്മ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത് എന്നുള്ളത്. അമ്മയ്ക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള തരത്തിലുള്ള വാദങ്ങൾ ആദ്യം ഉയർന്നിരുന്നു. നേരത്തെ സഹിൻ സൂചിപ്പിച്ചതുപോലെ അത്തരം കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം അല്ലെങ്കിൽ വേണം എന്ന് വെച്ച് പറഞ്ഞതാകാനുള്ള സാധ്യതയാണോ തെളിഞ്ഞു വരുന്നത്? ഇനി ഒരുപാട് കാര്യങ്ങളിൽ ഉത്തരം ലഭിക്കാനുമുണ്ട്. അപ്പോൾ അന്വേഷണ സംഘം അതിനെല്ലാം ഒരു ഉത്തരം തേടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സ്വാതി, അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഇനിയും പുറത്തു വരാത്ത കുറേ സത്യങ്ങൾ ബാക്കിയായി നിൽക്കുന്നു. ഈ കുഞ്ഞിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും പുറത്തു വരേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അന്വേഷണ സംഘം കൃത്യമായി പുറത്തെത്തിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു 4 വയസ്സുള്ള കുഞ്ഞ്, ആ കുഞ്ഞ് ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു.
കൊല ചെയ്യപ്പെട്ടപ്പോഴും നമ്മളെല്ലാം വല്ലാത്ത രീതിയിൽ വേദനിക്കുകയാണ്. കാരണം കേരളത്തിലാണല്ലോ ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാണല്ലോ. നമ്മൾക്കാർക്കും ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ പറ്റിയില്ലല്ലോ. എൻ്റെയും മോൾക്ക് 4 വയസ്സാണ് സ്വാതിയുള്ളത്. എനിക്ക് ആ കുഞ്ഞിനെ കാണാതായ സമയം മുതൽ തന്നെ വലിയ ആശങ്കയായിരുന്നു. കാരണം കനത്ത മഴ ആ സമയത്ത് പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴും ഈ പറയുന്ന കുട്ടിയെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന സ്ഥലം അതെല്ലാം വലിയ രീതിയിൽ ഇരുട്ട് മൂടിയിരുന്നു. കനത്ത മഴയുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ കരുതുന്നത് ഈ കുഞ്ഞിനെ അമ്മ എവിടെയെങ്കിലും ഒളിപ്പിച്ച് നിർത്തിയിട്ടുണ്ടാകാം. ആ കുഞ്ഞ് ഈ മഴയും ഇരുട്ടത്തും കാര്യമായി ഭയപ്പെടില്ലേ എന്നുള്ളൊരു ആശങ്ക നമ്മൾക്കുണ്ടായിരുന്നു. പിന്നീടാണ് ഇത് കൊല ചെയ്യപ്പെട്ട നിലയിൽ കുട്ടിയെ കണ്ടെത്തുന്നത്. ഇപ്പോൾ ഈ വാർത്ത കൂടി അറിഞ്ഞപ്പോൾ ഈ കുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ 1 വർഷമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു.